നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഉണ്ടായിരുന്ന അനീഷ്, അതായത് 2ാം സ്ഥാനത്തെത്തിയ അനീഷിൻ്റെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ, അതായത് പുള്ളിക്കാരൻ്റെ ഓരോ തരത്തിലുമുള്ള ഓരോ ഫോട്ടോസുകൾ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫോട്ടോസ് ആയാൽ പോലും ഇത് കാണുമ്പോഴത്തേക്കും ശരിക്കും അനീഷ് തന്നെയാണോടെ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര ചേഞ്ചസ് ആണ് അതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അനീഷ് സിനിമയിലെങ്ങാനും അഭിനയിക്കാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം തന്നെ ഉണരുന്ന തരത്തിലാണ് അനീഷിൻ്റെ ഇപ്പോഴത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ബേസിക്കലി പുള്ളി ഈ പറയുന്ന രീതിയിൽ എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പുള്ളിക്ക് സിനിമയോട് താല്പര്യമുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് സിനിമയിൽ തന്നെ പുള്ളിക്ക് കഥ എഴുതാനായിട്ട് ഈ പറയുന്ന രീതിയിൽ ലാലേട്ടനെ വെച്ച് വരെ ആ ഒരു തരത്തിൽ ആ കഥയിൽ അഭിനയിപ്പിക്കാനായിട്ട് പുള്ളി ബിഗ് ബോസിൽ വെച്ച് തന്നെ ലാലേട്ടനോട് ആ ഒരു തരത്തിലുള്ള ചോദ്യമൊക്കെ ചോദിച്ചത് തന്നെയാണ്. സോ പുള്ളിക്ക് അതിൻ്റെതായ ഇൻട്രസ്റ്റ് ഉണ്ട്. പുള്ളി ഒരു കഥയൊക്കെ എഴുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പുള്ളിക്ക് ഇനി അഭിനയിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം എന്ന് പറയുന്നത്, പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു മേക്ക് ഓവർ കാണുമ്പോഴത്തേക്കും എന്തിനോ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന കണക്കാണ് പുള്ളിയുടെ ഓരോ ഫോട്ടോസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇട്ട ഫോട്ടോസ് ആയാലും ഇപ്പോൾ മിനിഞ്ഞാന്നാ കണ്ട ഇട്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആയാലും കാണുമ്പോൾ തന്നെ ഭയങ്കര ചേഞ്ചാണ് ഇപ്പോൾ അനീഷിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഫോട്ടോസൊക്കെ ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം. അത് എടുത്തു കൊടുക്കുന്ന ആരായാൽ തന്നെ കിടിലമായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി. കാരണം അനീഷിൽ നിന്നും ഇങ്ങനെ ഒരു ചേഞ്ച് ഒട്ടും തന്നെ നമ്മൾ പ്രതീക്ഷ ഒരു കാര്യമല്ല. പക്ഷേ അത് പുള്ളി കിടിലമായിട്ട് ആ ഒരു തരത്തിൽ ആ ഒരു ഓരോ ഫോട്ടോസിൻ്റെയും ആ ഒരു പോസിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ, അതോടൊപ്പം തന്നെ ആ ഒരു മേക്ക് ഓവർ, ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ലുക്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ വേറെ ലെവലടെ ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ പുള്ളി ഈ പറയുന്ന രീതിയിൽ വല്ല അഭിനയത്തിലോട്ട് കടക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണോ ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു മാറ്റങ്ങൾ, ഒരു ചേഞ്ചസ് ഒക്കെ തന്നെ തൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുത്തുന്നത് എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പുള്ളി ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ സിനിമാ പ്രൊമോഷൻ തുടങ്ങിയോന്ന് അറിയത്തില്ല, പുള്ളിയുടെ പേജസിലൊക്കെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു പടത്തെക്കുറിച്ചൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അകത്ത് ബെസ്റ്റ് വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആ ഒരു പോസ്റ്റ് അതിൻ്റെ അകത്ത് ഇട്ടത് തന്നെ. അപ്പോൾ പുള്ളി ഈ പറയുന്ന രീതിയിൽ സിനിമാ മേഖലയുമായിട്ട് ഒരു ടച്ച് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പുറപ്പാടിലാണോ എന്ന് അറിയാൻ വയ്യ. പക്ഷേ എന്തായാലും അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പറയാൻ പറ്റത്തില്ല, എന്തും സംഭവിക്കാം ആരുടെ കാര്യത്തിലായാൽ പോലും. അനീഷ് ഈ പറയുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലും എല്ലാ റോളും എല്ലാം ഒക്കെ ഈ പറയുന്ന രീതിയിൽ സിനിമയിൽ എങ്ങാനും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, അത് ഈ പറയുന്ന രീതിയിൽ പലർക്കും കുരുപൊട്ടുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അത് ഓൾറെഡി ഇപ്പോൾ തന്നെയും ഈ പറയുന്ന രീതിയിൽ അനീഷിൻ്റെ ചേഞ്ചസ് കാണുമ്പോഴത്തേക്കും വളരെയധികം വ്യക്തമാണ്. കാരണം പുള്ളി ഈ പറയുന്ന രീതിയിൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിയുടേതായിട്ടുള്ള ഒരു ലോകത്ത് ഒതുങ്ങി കൂടി കഴിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പിന്നെ പുറത്തൊന്നും തന്നെ വലുതായിട്ടൊന്നും കാണത്തില്ല. നമുക്കറിയാം പുള്ളിയുടെ ആ ഒരു സ്വഭാവം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് പുള്ളി ബിഗ് ബോസിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാക്കിയ ഒരു ആൾ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ പോകുമെന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ അതിന് വിപരീതമായിട്ട് സ്വന്തമായിട്ട് തന്നെ ലുക്സിലും കാര്യത്തിലും ഒക്കെ തന്നെ, ഡ്രസ്സിങ്ങിലും കാര്യത്തിലും ഒക്കെ തന്നെ ടോട്ടലി ചേഞ്ചസ് വരുത്തി ലൈവിൽ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ആ ഒരു തരത്തിൽ ചെയ്യാനായിട്ട് അനീഷ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഓരോ ഫോട്ടോസും ആ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത്. അതായത് പുള്ളിയുടെ ആ ഒരു രൂപത്തിലും ഭാവത്തിലും ഡ്രസ്സിങ് സെൻസിലും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ശരിക്കും നല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് ഈ പറയുന്ന തരത്തിൽ ഇനി അടുത്ത ഒരു ചുവടിലേക്കുള്ള ഒരു പുറപ്പാടിലേക്കാണോ, അത് ഈ പറയുന്ന മാതിരി പുള്ളി ഇനിയിപ്പോൾ അടുത്ത വല്ല ഇനി കഥ എഴുതുന്ന പരിപാടിയാണോ, ഇനി അതല്ല ഈ പറയുന്ന രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത അഭിനയത്തിലേക്ക് കടക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നുള്ളത് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും എന്ത് തന്നെ ആയാലും സംഭവം ജോറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. അനീഷിനെ ഇഷ്ടപ്പെടുന്നവരെയും അതോടൊപ്പം തന്നെ അനീഷിനെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടല്ലോ, ആ ഒരു ഹേറ്റേഴ്സിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള അനീഷിന്റെ ഓരോ പ്രവർത്തികളും അതിനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖലയിൽ അനീഷിനെ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കൊള്ളാടെ, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അനീഷിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല, അത്രയ്ക്കും വലിയ മാറ്റങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വന്നു, ഒരു കോമണറായിട്ട് വന്നു, അതിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം പല രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ തേടിയെത്തി. അതോടൊപ്പം തന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്യാനായിട്ടുള്ള അനീഷിന്റെ ആഗ്രഹങ്ങൾ, അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയും അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള തത്രപ്പാടും പുതിയ തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനായിട്ടുള്ള ഓരോ നീക്കങ്ങളും ഒക്കെ തന്നെയും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും കൊള്ളാടെ, നടക്കട്ടെ, കാര്യങ്ങളെല്ലാം നല്ല ജോറായിട്ട് നടക്കട്ടെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാതിരിക്കട്ടെ. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ.